ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. എടവണ്ണയിൽ മരം മുറിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ അതിഥി തൊഴിലാളി മരിച്ചു. തമിഴ്നാട് സേലം മേട്ടൂർ സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. എടവണ്ണ ആര്യന്തൊടിയിലാണ് അപകടമുണ്ടായത്. പുഴയരികിലെ പന മുറിക്കുന്നതിനിടയിൽ തൊട്ടടുത്തുള്ള മുളങ്കൂട്ടം രാജേന്ദ്രന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. വസ്ത്രങ്ങൾ വാങ്ങുന്നതിനിടെ കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന യുവാവ്. ചെമ്മാടുള്ള ടെക്സ്റ്റൈൽസിലേക്ക് കുടുംബവുമായി പോയ കുട്ടിയാണ് കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായത്. സ്ഥാപനത്തിലെ ജീവനക്കാരനായ താനൂർ എടക്കടപ്പുറം സ്വദേശി ഷാജഹാനാണ് കൃത്രിമ ശ്വാസം നൽകി കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. വളാഞ്ചേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. വളാഞ്ചേരി പീടികപ്പടി സ്വദേശികളായ വെള്ളാട്ടുപടി സുനിൽകുമാർ, താമിത്തൊടി ശശി, പ്രകാശൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. തൂത വെട്ടത്തൂർ റോഡിൽ തൂത തെക്കേപ്പുറത്ത് കാർ വയലിലേക്ക് മറിഞ്ഞ് അപകടം. കാർ നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ച് വയലിലേക്ക് മറിയുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 4 യുവാക്കൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേലേമ്പ്ര മുതൽ തലപ്പാറ വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച പരിശോധനാ റിപ്പോർട്ട് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ കളക്ടർക്ക് കൈമാറി. 6 വരിപ്പാത നിർമ്മാണത്തിൽ അപാകത ഉള്ളതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കടലുണ്ടിക്കടവ് പാലത്തിന്റെ സമീപത്തെ അഴിമുഖത്തും ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപവും രൂപപ്പെട്ട മൺതിട്ടയും മണ്ണും ചെളിയും നീക്കം ചെയ്യുന്നത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയതായി പി അബ്ദുൽ ഹമീദ് MLA അറിയിച്ചു. തവനൂർ തിരുനാവായ ഭാരതപ്പുഴ പാലത്തിന്റെ ടെസ്റ്റിംഗ് പൈലിംഗ് തുടങ്ങി. 1200 മീറ്റർ നീളം വരുന്ന പാലമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുമെന്ന് KT ജലീൽ MLA അറിയിച്ചു. കുറ്റിപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് ടെൻഡറായി. നേരത്തെ 17.85 കോടി രൂപ അനുവദിച്ച് ഭരണാനുമതിയായ പദ്ധതിയാണിത്. മലപ്പുറം KSRTC ഡിപ്പോ മഴ പെയ്തതോടെ ചെളിക്കുളമായി. പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായ യാർഡിൽ ചെളിവെള്ളം കെട്ടി നിൽക്കുകയാണ്. ദിവസവും 200-ലധികം ബസ്സുകൾ കയറിയിറങ്ങുന്ന നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റാൻഡാണിത്. എടക്കര മരുത മേഖലയിലെ തകർന്ന റോഡുകൾ വെള്ളവും ചെളിയും നിറഞ്ഞതോടെ യാത്രക്കാർ പ്രതിസന്ധിയിലായി. നാരോക്കാവ്, മക്കൊരവ, മരുത സ്കൂൾ റോഡ്, വെള്ളപ്പടിയിൽ നിന്നും പട്ടികജാതി മേഖലയിലേക്കുള്ള റോഡ് എന്നിവയാണ് തകർന്നത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.